ഞാൻ അലി അക്ബർ ഷായിലേക്ക് കൂടി പോയി വരാം. ഇപ്പോൾ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് അലി അക്ബർ ഷാ പ്രേക്ഷകരോട് വിവരിക്കും. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ് അലി. ഇപ്പോൾ സമരം ചെയ്ത ആളുകളുടെ വീടുകളിലാണ് അലി ഉള്ളതെന്ന് അറിയുന്നു. എന്താണ് അവിടുത്തെ ദൃശ്യങ്ങൾ? വെള്ളം ഇറങ്ങിത്തുടങ്ങിയോ? വെള്ളം ഇറങ്ങിത്തുടങ്ങിയാലും ചെളിയും മണ്ണും ഒക്കെ വീടിനുള്ളിൽ ഉണ്ടാകുമല്ലോ അല്ലേ? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് താന്തോണിത്തുരുത്തിലാണ്. ഇവിടുത്തെ ദൃശ്യം കാണാം. അതായത് ഇന്നലെ രാത്രി കയറിയ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ. ഇതിന്റെ മുൻവശമൊക്കെ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. ആണ്ടുപോകുന്ന നിലയിൽ ചെളിയാണ്. അത്രയും ചെളി കെട്ടിക്കിടക്കുന്ന അവസ്ഥ, വീടുകൾക്കുള്ളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥ, താമസിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് തന്നെ പറയണം. ഇവിടെ ഒന്നും നിൽക്കാൻ സത്യത്തിൽ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ കാണാം, അവിടെ നിന്ന് എല്ലാ ദിക്കിൽ നിന്നും വെള്ളം ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളിലൊക്കെ ആൾതാമസമുള്ളതാണ്. ഇത്രയും ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഈ വീടുകളിലൊക്കെ ആൾതാമസമുള്ളതാണ്. ഈ വീടുകളിലുള്ളവരൊക്കെ ഇപ്പോൾ അവിടെ ജില്ലാ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധത്തിലാണുള്ളത്. ഈ പ്രദേശത്തൂടി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാല് പൂണ്ടുപോകുമെന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നു. ഇത് വല്ലാത്തൊരു ദയനീയമായ കാഴ്ചയാണ്. അതായത് ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ഇവർക്ക് കാണാൻ കഴിയുന്ന കൊച്ചിയിലെ ഏറ്റവും വലിയ അമ്പരചുംബികളായ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ്. ഇത് നോക്കി കണ്ടുകൊണ്ട് ഇത്രയും ദയനീയാവസ്ഥയിൽ ഈ മനുഷ്യർ ഇത്രയും കാലങ്ങൾ എന്ന് പറയുന്നത് അധികാരികൾക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്ന തരമായ സാഹചര്യമാണ്. നമ്മളോടൊപ്പം ഈ പ്രദേശത്തെ ആളുകൾ ചേരുന്നുണ്ട്. ഇവരോട് നേരത്തെ തന്നെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്ന ഈ ബണ്ടിന്റെ ആവശ്യം ഇവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതൊരു പുതിയ ആവശ്യമല്ല, വളരെ കാലപ്പഴക്കമുള്ള ഒരു ആവശ്യം, ഇതിനോടകം തന്നെ പാസ്സായി കിടക്കുന്ന ഒരു ആവശ്യം. അത് എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല എന്നതാണ് ചോദ്യം. ചേട്ടാ, എന്താണ് ഇപ്പം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, എന്നാലും ഒന്ന് പറയാം, എന്താണ് സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരിട്ട് ഞങ്ങളെ ഓടിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് വെള്ളം കയറി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം. ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾ പോകാനുള്ള ഇതില്ല. ഞങ്ങൾ ചത്തന്താലും ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. ഇവിടെ ഇപ്പോൾ ഒരു മരണമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക? ഈ വഞ്ചിക്കെടുക്കും, ഓടി വഞ്ചിക്കെടുക്കും. ആയിട്ട് ശ്മശാനത്ത് കൊണ്ടുപോയില്ല. കടവിൽ ആംബുലൻസ് വരും, ആംബുലൻസ് വേണ്ടി കൊണ്ടുപോകണം. അതായത് ഇപ്പം നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ വള്ളത്തിൽ കൊണ്ടുപോകണം. അതേപോലെ മഞ്ചലിന് കൊണ്ടുപോകും. എന്നിട്ട് അക്കരെ ചെന്നിട്ട് ആംബുലൻസിന് പോകും. ഇതാണ് ഇവിടെ നടക്കാൻ സംഭവം. ഇത്രയും കാലമായി പാസ്സായി കിടക്കുന്ന ഒരു ആവശ്യമാണ് നിങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നാണ് ഈ ബണ്ട് വരേണ്ടത് അല്ലേ? 5 മീറ്റർ. അരുൺകുമാർ, ഇത് നോക്കൂ, ഇതാണ് ദൃശ്യം. അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ വള്ളത്തിൽ നമ്മൾ വന്നിറങ്ങി ഇവിടെ നിന്നും 5 മീറ്റർ വീതിയിലുള്ള ബണ്ട്, ഔട്ടർ ബണ്ടാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇത്രയും ദുരിതം ഉണ്ടാകില്ല, ഇത്രയും ദുരവസ്ഥയിലേക്ക് ഈ വീടുകളുടെ സാഹചര്യം എത്തില്ല, ഇവർക്ക് കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നതാണ് ഈ മനുഷ്യരുടെ ആവശ്യം. അത് കൊടുക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇവിടെ എന്നും പുലർച്ചെ 2 മണിയോടുകൂടി ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളം കയറും. ആ സാഹചര്യത്തിൽ ഇവർ ഓരോരുത്തരും അവരവരുടെ വള്ളങ്ങൾ എടുത്ത് കുടുംബവുമായി ഈ പറയുന്ന അപ്പുറത്ത് ജില്ലാ ഓഫീസിന്റെ ഭാഗം, ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് പോകും. അവിടെയാണ് ഈ മനുഷ്യർ രാവ് തള്ളി നീക്കുന്നത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കുക. ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചിയിലെ ഏറ്റവും ഗംഭീരമായ കാഴ്ചകളുടെ മുമ്പിലാണ് ഇത്രയും ദുരിത ജീവിതം ഇവർ നയിക്കുന്നത്. നേരെ കാണുന്നത് കൊച്ചിയിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ്. ഇതിന്റെ ഈ ഒരു ദുരവസ്ഥ, ഇതിനൊരു പരിഹാരമാണ് ഇവർ കാലങ്ങളായി ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനൊരു ഉത്തരം നൽകുന്നില്ല അധികാരികൾ? പാസ്സായി കിടക്കുന്ന ഒരു പ്രൊജക്ട്, അത് നടപ്പാക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ ചോദ്യത്തിന്? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കളക്ടർ പറഞ്ഞ് നമുക്ക് ചെയ്തു തരാമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ കളക്ടറുടെ യോഗം അനുസരിച്ച് കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഇതേപോലെ വെള്ളം പൊന്തിയോ പോയി അവിടെ ചെന്ന് കളക്ടർ ഒരു ക്യാമ്പിൽ ഇതേപോലെ ഒരു യോഗം കൂടി. അത് കഴിഞ്ഞ് പരിസ്ഥിതിയുടെ പ്രശ്നത്തിലാണ് ഇപ്പൊ നിൽക്കണതെന്ന് പറയണത്. ബാക്കിയെല്ലാം ഇത് പാസ്സായി കിടക്കാണ്. പരിസ്ഥിതിയുടെ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നാണ് അവർ പറയണത്. ഇപ്പൊ ഈ വെള്ളം കയറുന്ന ഇപ്പൊ നമ്മൾ ഈ കണ്ട കാഴ്ച, എത്ര വീടുകൾ ഇങ്ങനെയാണ് ഇവിടെ ഈ അവസ്ഥയിലാണ്? എല്ലാ വീട്ടിലും വെള്ളം കയറും. എല്ലാ വീടും ഇപ്പൊ ഇതൊക്കെ ഉണ്ടാ ഇതിപ്പോ എല്ലാ പ്രാവശ്യം വെള്ളം കയറുന്ന സ്ഥലമാണത്. ഇപ്പൊ ഇത് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എല്ലാവർക്കും വെള്ളം കയറുന്നുണ്ട്. വീടുകളുടെ ഉള്ളിൽ ഇതിപ്പോ വെള്ളക്കയറ്റം കുറവായ സമയമാണിത്. ഇപ്പൊ കൂടുതലായാല് എല്ലാ വീട്ടിലും വെള്ളം കയറും. അരുൺ, ഒന്നുകൂടി ആ കാഴ്ച കാണേണ്ടതുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമായ കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ കുറെ മനുഷ്യർ ജീവിക്കുന്ന കാഴ്ച ഇതാണ്. അതായത് ഇവർക്കിത് സ്ഥിരം കാഴ്ചയാണ്. നമ്മളിത് കാണുമ്പോൾ ഇത് എങ്ങനെ ഇവിടെ താമസിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈ മനുഷ്യർക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. എല്ലാ രാത്രിയിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ നോക്കുക, ഈ പ്രദേശത്തെല്ലാം ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ഇത് കടന്ന് ഈ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ അത് വലിയ ഒരു ടാസ്ക്കാണ്. അതുവഴി കടന്നു വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. നമ്മളിപ്പോൾ ആ വള്ളം കടന്നിങ്ങോട്ട് വന്ന് വള്ളത്തിൽ വന്ന് താന്തോണിത്തുരുത്തിലേക്ക് കയറി ഈ വീട്ടിലേക്ക് വരാൻ എടുത്ത ആ ഒരു കഷ്ടപ്പാട്, അത് ഇവരുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എത്ര ദയനീയാവസ്ഥയിലാണ് ഈ മനുഷ്യരുടെ ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ, ദൃശ്യങ്ങളിൽ വീഡിയോ ജേർണലിസ്റ്റ് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയുന്ന കാഴ്ചയാണ്. എല്ലാ വീടുകളും ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകുന്ന നിലയിൽ. തീർച്ചയായും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാല് പൂണ്ടുപോകുമെന്ന ആ മനുഷ്യർ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാവുക. നോക്കൂ, ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ ജീവിക്കുന്ന മനുഷ്യർ, കൊച്ചിയുടെ
കൊച്ചിയുടെ ഹൃദയഭാഗത്ത്, കേരളത്തിന്റെ മെട്രോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മാലിന്യ കൂമ്പാരത്തിന് നടുക്ക് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഇത് താമസയോഗ്യമായ ഒരു വീടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയുമല്ലോ? ഈ ദയനീയാവസ്ഥയിലാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. എന്നും രാത്രികളിൽ വെള്ളം കയറുന്നത് പേടിച്ച് ഇവിടെ നിന്നും മാറേണ്ട അവസ്ഥ. ചേട്ടാ, എല്ലാ രാത്രിയും ഇത് തന്നെയാണല്ലോ സാഹചര്യം? ഇവിടെ നേരത്തെ പദ്ധതിയും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നതാണ്. അതൊക്കെ ഇല്ലാതാക്കിയത് കുറേ ഈ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവര് തന്നെയാണ് ഈ സാറന്മാരെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യണത്. ആ വീട് നല്ല പണ്ട് കാരിച്ച് ഡ്രഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ആ വീട്. എന്നിട്ട് വന്നതെല്ലാം എല്ലാവർക്കും പാല വെച്ചാണ് കളിക്കുന്നത്. തീർച്ചയായും ഒരു പരിധി വരെ നടപ്പിലാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പാതി വഴിയിൽ എത്തിയിരുന്ന ഒരു പദ്ധതി, അത് എന്തുകൊണ്ട് ഇപ്പോഴും നടപ്പിലാകുന്നില്ല എന്നതാണ് ചോദ്യം. പാസ്സായി കിടക്കുന്ന ഒരു പദ്ധതി, അത് എന്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ എത്തുന്നില്ല എന്നതാണ് ചോദ്യം. നോക്കൂ, ഇതാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ. ഇത്രയും ദയനീയമാണ് കാഴ്ച. ഇത് കാണേണ്ടതുണ്ട്, ഇതിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും ഉണ്ടായില്ല എങ്കിൽ അത് വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചന എന്തായാലും ചതുപ്പുകളാണ് അവിടെ. ആ ചതുപ്പിൽ തന്നെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഓരോ ദിവസവും രാത്രിയിൽ കുഞ്ഞുങ്ങളെയും എടുത്ത് ഇങ്ങനെ പലായനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പ്രദേശത്തെ, അതും കൊച്ചിയിലെ നഗരഹൃദയത്തിനുള്ളിൽ ഏറ്റവും കണ്ണായ പ്രദേശത്ത് താമസിക്കുന്ന താന്തോന്നിത്തുരുത്തുകാരുടെ ജീവിതം ദുസ്സഹമാക്കരുത്. ഇവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിന് പിന്നിൽ ആരാണ് ഉത്തരവാദികൾ? കൃത്യമായും അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. ഒരു ഔട്ടർ ബണ്ട് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അത് കഴിഞ്ഞാൽ അവർക്ക് കയറിക്കിടക്കാനുള്ള നല്ല കെട്ടിടങ്ങൾ വേണം. ഇതെല്ലാം ഒരു നഗരത്തിൽ നോക്കൂ. ആ താന്തോന്നിത്തുരുത്തിൻ്റെ കായലിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് കൊച്ചി നഗരത്തിലെ ഏറ്റവും കണ്ണായ പ്രദേശമാണ്. ആ പ്രദേശത്തിന് നേരെ എതിർഭാഗത്ത് മാലിന്യ കൂമ്പാരത്തിന് നടുപ്പിൽ ചതുപ്പിനിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളായി തീരുന്ന മനുഷ്യരാണ്. ചതുപ്പിലെ മനുഷ്യരായി അവർ ആ ചതുപ്പിൽ പൂണ്ടുപോകരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മണിക്കൂർ അവരുടെ ഈ വിഷയം മനുഷ്യാവകാശ ദിനത്തിൽ പ്രേക്ഷകരുടെയും അധികാരികളുടെയും ശ്രദ്ധയിലെത്തിച്ചത്. നിലവിൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടണം. അത് CSR ആണ് എന്നുള്ളത് കൊണ്ട്, അപ്പോൾ കോസ്റ്റൽ റെഗുലേറ്ററി സോണിൻ്റെ CRSLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയാൽ മാത്രമാണ് ഔട്ടർ ബണ്ട് ഉണ്ടാക്കാൻ കഴിയുക. എന്തായാലും തടസ്സങ്ങൾ വരുന്നു എന്നുള്ളത് ഒട്ടും ഭൂഷണമല്ല. തീർച്ചയായിട്ടും അധികാരികൾ ഇടപെട്ട് CRSL ആണെങ്കിൽ CRSLിൻ്റെ സർട്ടിഫിക്കറ്റ് അതിന് സാധ്യമാകെ കൊടുക്കുക. ഇനി അത് നടക്കില്ലെങ്കിൽ മറ്റേതാണ് മാർഗമെന്ന് കരുതുക. 50ഓളം കുടുംബങ്ങളാണ് ഇങ്ങനെ ദുരിതക്കയത്തിൽ കഴിയുന്നത്, ദുരിതത്തിൻ്റെ ചതുപ്പിൽ കഴിയുന്നത്, അതും കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത്. അതാണ് ഏറെ സങ്കടകരമായ കാര്യവും.